നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൂവി ഉണ്ടല്ലോ വരവേൽപ്പ്. ഈ വരവേൽപ്പ് മൂവിയിൽ നടക്കുന്ന അതേ സംഭവം കേരളത്തിൽ പിന്നീട് ഉണ്ടായി. സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുക, ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. സ്ത്രീകൾക്ക് ഫ്രീ റൈഡ് കൊടുക്കുന്നതിനേക്കാളും കേരളം പോലൊരു സംസ്ഥാനത്ത് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഇത് ആർക്കാണ് വേണ്ടത്? കേരളത്തിൽ ഏകദേശം 1 കോടി ട്രിപ്പ്, 1 crore ട്രിപ്സ് കേരളത്തിൻ്റെ നിരത്തുകളിൽ നിന്നും ഒരു ദിവസം അപ്രത്യക്ഷിതമായി. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ റോഡിന് വീതി കൂട്ടാം, അല്ലെങ്കിൽ ട്രാഫിക് ജംഗ്ഷനാണല്ലോ അന്നൊരു ഫ്ലൈ ഓവർ പണിയാം. ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ലെന്ന് ലോകത്ത് എല്ലാ നഗരങ്ങളിലും കണ്ടു കഴിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഈ ശബരി റെയിൽപാതയാണ്. അത് നമ്മുടെ ഈസ്റ്റേൺ സൈഡിനെ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ട്രാഫിക് ട്രാൻസ്പോർട്ട് മൂവ്മെൻറ്റ് നടക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ബസ്സുകൾക്ക് 65-70 കിലോമീറ്റർ എന്തോ സ്പീഡാവാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബസ്സുകൾ 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമല്ലോ 220 കിലോമീറ്ററിൽ അല്ലേ? പക്ഷെ നമുക്ക് ബസ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളത്തിലെ ആൾക്കാർ ഇപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന 96 തൊട്ടിട്ടാണ് കേരളത്തിൽ തീരദേശ ജലപാത കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്നത് ബോട്ടുകളിലൂടെയും ചെറിയ ഷിപ്പുകളിലൂടെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. യെല്ലോ പ്ലേറ്റ് ആയിരിക്കണമെന്നാണ് നമ്മൾ ബൈക്ക് ടാക്സി. നമ്മളിൽ ആരെങ്കിലും നമ്മുടെ ബൈക്ക് നാളെ യെല്ലോ പ്ലേറ്റ് ആക്കാൻ ഉദ്ദേശിക്കുമോ? തീരുമാനമെടുക്കേണ്ട ആൾക്കാർ അത് മനസ്സിലാക്കി ലോക്കലായിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ഇല്ല. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ മൊബിലിറ്റി ഹബ്ബ്. ഈ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറഞ്ഞ ആശയം CPPR ചെയ്തതാണ്. പൊതുഗതാഗതത്തിൽ നിന്ന് ആളുകൾ പോയി കഴിഞ്ഞാൽ, സ്വന്തം വാഹനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായ പ്രോസസ്സാണ്. കേരളത്തിൻ്റെ അടുത്ത ദശകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു മേഖലയാണ് മൊബിലിറ്റി. ദ മലബാർ ജേണലിൻ്റെ കേരള നെക്സ്റ്റ് ഡെക്കേഡ് എന്ന പ്രീമിയം പ്രോഗ്രാമിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മേഖലയും മാത്രമല്ല ദ മലബാർ ജേണലിൻ്റെ തീമായിട്ടും നമ്മൾ എടുത്തിട്ടുള്ള ഒരു മേഖലയാണ് മൊബിലിറ്റി. അതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെൻറ്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ടുള്ള D. ധനുരാജാണ്. വെൽക്കം സർ. നമസ്കാരം സർ. ഇപ്പോൾ കേരളത്തിൻ്റെ വളർച്ചയിൽ അതിപ്പോഴാണെങ്കിലും കഴിഞ്ഞ കാലയളവിലാണെങ്കിലും ഈ മൊബിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഈ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, പല മേഖലകളും വരും. അതായത് ഡെയിലി കമ്മ്യൂട്ട് വരും, ഗുഡ്സ് ട്രാൻസ്പോർട്ട് വരും, സപ്ലൈ ചെയിൻ ഉള്ള പരിപാടികളൊക്കെ ഇതിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരും കാലങ്ങളിൽ എത്രത്തോളമാണ്? കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പറയുമല്ലോ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് സാധാരണയായി നമ്മൾ ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങൾ ആരോഗ്യവും വിദ്യാഭ്യാസമാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള റിസർച്ചിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, വിദ്യാഭ്യാസവും ആരോഗ്യം പോലെ തന്നെ വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ടറാണ് കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടർ മൊബിലിറ്റി എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അതാരും തന്നെ ആ രീതിയിൽ കാണുകയോ ചർച്ച ചെയ്യുകയോ അത് ഏതെല്ലാം തലത്തിലേക്ക് ഈ ട്രാൻസ്പോർട്ടിനെ കൊണ്ടുപോകാം, വികസന സാധ്യതകൾ, ഞാൻ പറയുന്ന ഭാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് അതിലെ ആദ്യത്തെ ഒരു ചലഞ്ച്. കാരണം നമ്മളാരും ട്രാൻസ്പോർട്ടിനെ പറ്റി അധികം സംസാരിക്കുന്നില്ല. ഈ അടുത്ത കാലത്താണ് ട്രാൻസ്പോർട്ടിനെ പറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കുറച്ച് ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും പറയാം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, കേരളത്തിൽ 1970 തൊട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിനൊരു ട്രാൻസ്പോർട്ട് സംസ്കാരമുണ്ട്. അത് വ്യത്യസ്തമാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിലെ ഏകദേശം 80-85% പബ്ലിക് ട്രാൻസ്പോർട്ട് റിക്വയർമെൻറ്റ്സ് ഇവിടെ മീറ്റ് ചെയ്തത് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് വഴിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാനില്ല. 1951 മുമ്പ്, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനും, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരണത് വരെ, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ചില സംസ്ഥാനങ്ങൾ, അൺഡിവൈഡഡ് പഞ്ചാബ്, പാർട്ടീഷന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ്, ഇന്നത്തെ ഉത്തർപ്രദേശ്, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അവിടെയെല്ലാം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 1951 ആദ്യത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ അമെൻമെൻറ്റ്, ഫസ്റ്റ് അമെൻമെൻറ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിൽ ഒരു കാരണം, മറ്റനേകം കാരണങ്ങളുണ്ട് 1951 ആദ്യത്തെ അമെൻമെൻറ്റ്, ഒരു കാരണം ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് കോടതിയിൽ പോയി. കോടതി പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് സഹായകരമായിട്ട് നിലപാടെടുത്തു.
കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ചെയ്തത് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്, അല്ലെങ്കിൽ അൾട്രാ വൈറസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അന്നത്തെ അലഹബാദ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിലുള്ളത്. അതിനെ മറികടക്കാനാണ് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെ മറികടക്കാനാണ് 1951 അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്, ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ മാത്രം കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ആണ്. അതായത് നമുക്ക് KSRTCക്ക് തത്തുല്യമായ ഒരു സ്ഥാപനമാണ് എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്തത്. അതാണ് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എവിടെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ നമുക്ക് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഇതെല്ലാം വളർന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് രംഗത്തും വലിയൊരു കുതിച്ച് മാറ്റം, അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഈ ഒരു കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 2000 ആകുമ്പോൾ കേരളത്തിൽ 30,000 അല്ലെങ്കിൽ 32,000ഓളം ബസ്സുകൾ കേരളത്തിൻ്റെ നിരത്തുകളിലുണ്ടായിരുന്നു. പ്ലസ് ഒരു 4,000 ബസ് KSRTCയിലുണ്ടായിരുന്നു. ഇതാണ് പൊതുചിത്രം. ഏകദേശം 36,000 ബസ്സുകൾ അന്നത്തെ 3.2 കോടി ജനങ്ങൾക്ക് കേരളത്തിൽ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ 32,000 ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ബസ്സുകൾ ഏകദേശം 7,500 ബസ്സുകളിലേക്ക് കുറഞ്ഞു. KSRTC ബസ് 4,000 ബസ്സുകളിൽ നിന്നും 6,000 ബസ്സുകളായി കൂടി. 2 വർഷം മുമ്പുള്ള എൻ്റെ ഒരു കണക്ക് അനുസരിച്ചിട്ട് കേരളത്തിലെ ഏകദേശം 1 കോടി ട്രിപ്പ്, 1 crore ട്രിപ്സ് കേരളത്തിൻ്റെ നിരത്തുകളിൽ നിന്നും ഒരു ദിവസം അപ്രത്യക്ഷിതമായി. നമ്മുടെ സമൂഹമോ നമ്മുടെ ഗവൺമെൻറ്റോ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. അപ്പോൾ 1 കോടി ട്രിപ്പ് എന്ന് വെച്ചാൽ, ഞാൻ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അതിനെയാണ് ട്രിപ്പ് നമ്മൾ ട്രാൻസ്പോർട്ടിൽ പറയുന്നത്. 1 കോടി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ളൊരു സംസ്ഥാനത്ത് 1 കോടി ട്രിപ്പ് ഒരു ദിവസം അപ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ തലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ വലിയ പ്രശ്നം എവിടെയാണെന്ന് കിടക്കണം എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിൻ്റെ മൊബിലിറ്റി രംഗം കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് 32,000 ബസ് 7,500 ബസ്സുകളിലേക്ക് കുറഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് ഘട്ടം ഘട്ടമായി കുറഞ്ഞതാണ്. കാരണം 1970കൾക്ക് ശേഷം നമ്മുടെ ഫേമസ്, അതായത് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൂവി ഉണ്ടല്ലോ, വരവേൽപ്പ്. ഈ വരവേൽപ്പ് മൂവിയിൽ നടക്കുന്ന അതേ സംഭവം കേരളത്തിൽ പിന്നീട് ഉണ്ടായി. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ വരവേൽപ്പ് മൂവിയെ പറ്റിയൊരു എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അതിനെപ്പറ്റി അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കാര്യങ്ങളൊക്കെ വരവേൽപ്പ് മൂവി പോലെയാണെന്ന്. കാരണം മൂവി അറിയാലോ, ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് ബസ് മേടിച്ച് ഓടിക്കാൻ ശ്രമിച്ച് അവസാനം അദ്ദേഹം പാപ്പരായി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഇത് ഈ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന നിയമസംഹിതകളുമെല്ലാം ഇതൊരു ഓൺട്രപ്രണറിയൽ സെക്ടറാണ്. നമ്മളൊരു ബസ് വാങ്ങിച്ചു ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലി ഒരു പബ്ലിക് ഗുഡ്, അതായത് സമൂഹത്തിനൊരു ഗുണം ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഇപ്പം നമ്മൾ കാണുന്ന മറ്റ് വ്യവസായങ്ങൾ പോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടൊരു ജീവിതവൃത്തിയോ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ബസ് വാങ്ങിച്ച് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് 90കൾ വരെയൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിനൊരു കോമ്പറ്റീറ്ററായിട്ട് KSRTC കണ്ടു തുടങ്ങി. കാരണം ഞങ്ങൾക്ക് ആളെ കിട്ടാത്തതിൻ്റെ കാരണം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണെന്നും. അപ്പോൾ ഘട്ടം ഘട്ടമായി ഇതിൽ വളരെയധികം പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉയർന്നു വന്നു ഈ സെക്ടറിൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെ നിന്നിരുന്നത്. അതായത് നമ്മൾ ഫെയർ റെഗുലേറ്റ് ചെയ്യുന്നു, റൂട്ടുകൾ ഗവൺമെൻറ്, അതായത് RTA റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിശ്ചയിക്കുന്നു, പിന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു കംപ്ലീറ്റ് പ്രൈവറ്റൈസേഷൻ നമുക്ക് പറയാൻ പറ്റൂല അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. എന്നാൽ പോലും ഗവൺമെൻറ്റിന് ബേർഡനൊന്നുമില്ല. എനിക്ക് ബസ് വാങ്ങിക്കേണ്ട, അതിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിന് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീടാണ് ഒരു ക്ഷേമനിധി ബോർഡൊക്കെ ഇവർക്ക് വന്നത്. 2000 അല്ലെങ്കിൽ 2010 ശേഷമൊക്കെയാണ് ക്ഷേമനിധി ബോർഡ് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് യാതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാത്തൊരു സെക്ടറായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ ഈ പ്രസ്ഥാനത്തെ
പല രീതിയിൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിച്ചു എന്ന് പറയാം. ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു വക്താവെന്ന രീതിയിലല്ല പറയുന്നത്. കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് രംഗത്ത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ഒരുപക്ഷെ രക്ഷകർത്താക്കളോ നമ്മുടെ പേരൻസ് അതിനുശേഷമുള്ള തലമുറകളെല്ലാം അല്ലെങ്കിൽ നമ്മളുമെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നത് ഈ ബസ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു പ്രശ്നവും ആവശ്യത്തിന് ബസ്സില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആൾക്കാർക്ക് മെട്രോ നമ്മൾ പണിയുന്നത് നഗരത്തിൽ മാത്രമാണ്. നമ്മൾ കേരളത്തിൻ്റെ അർബനൈസേഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു കാര്യം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കേരളത്തിലുണ്ടായ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട്. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന പ്രശ്നം, ഇതൊരു ത്രെട്ടായിട്ട് ആർക്കൊക്കെയോ തോന്നുകയും അതിനെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മൊത്തം സിസ്റ്റം മാറുകയും ചെയ്തു. ചില റൂട്ടുകൾ, കേരളത്തിൻ്റെ ചില റൂട്ടുകൾ എന്ന് വെച്ചാൽ ചില റോഡുകൾ ഇന്നൊരു പുതിയൊരു കോൺസെപ്റ്റിലാണ് നാഷണലൈസ് ചെയ്തു എന്ന് പറയും. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ എല്ലാ രംഗത്തു നിന്നും നാഷണലൈസേഷൻ, ബാങ്ക് നമ്മൾ മാറ്റി, ഇൻഷുറൻസ് എല്ലാം മാറ്റി, വ്യോമയാന മേഖലയിൽ ഇപ്പോൾ പ്രൈവറ്റായി. പക്ഷെ എന്നാൽ കേരളത്തിൻ്റെ റോഡുകളിൽ ഇപ്പോഴും നാഷണലൈസേഷൻ കുറയല്ല, കൂടി വരികയാണ്. ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ നാഷണലൈസേഷൻ എന്നൊരു ഡിബേറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1948 തൊട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ കേരളത്തിൽ ഇത്രയും പ്രസൻസ് ഉള്ള പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനും വളരെ റോബസ്റ്റായിട്ട്, നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ബസ് കിട്ടാൻ വേണ്ടി 4-5 മിനിറ്റ് നിന്നാൽ മതി. പിന്നെ ബസ്സുകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും പല റൂട്ടുകളിൽ. അങ്ങനെ സുലഭമായിരുന്ന ബസ്സുകൾ, ഈ 32,000 ബസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ സുലഭമായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും നമ്മളിതിനെ മൊത്തം അതിനെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സിസ്റ്റം കൊണ്ട് ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമുക്കിതിൽ ഭാവിയില്ല. ഇത് അഡ്രസ്സ് ചെയ്യാൻ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലിരിക്കുന്നവരൊക്കെ ഇതിനോട് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് മുഖം തിരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലായിട്ട് ആൾക്കാർ മൊബൈലാണ്. കാരണം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ 1 കോടി ആൾക്കാർ അല്ലെങ്കിൽ 1 കോടി ട്രിപ്പ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വീട്ടിലിരിക്കുന്നു എന്നുള്ളല്ലോ അതിൻ്റെ അർത്ഥം. അവരേതെങ്കിലും രീതിയിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു മോഡിൽ കേരളത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അല്ലേ? ആ മോഡാണ് നമ്മുടെ റോഡുകളിൽ കാണുന്ന പ്രൈവറ്റ് വെഹിക്കിൾസ്. അത് പ്രൈവറ്റ് സെൽഫ് ഓൺ വെഹിക്കിൾസ്, 2 വീലേഴ്സ് ആവാം, 4 വീലേഴ്സ് ആവാം. അത് ലോങ് ടേമിൽ നമ്മൾ ഈ പറയുന്ന മൊബിലിറ്റിക്ക് ഒരു സൊല്യൂഷനല്ല. വികസനം, ഡെവലപ്മെൻറ്റ് എന്ന ഒരു ക്ലീഷേ ആർഗ്യുമെൻറ്റിലല്ല ഞാൻ പറയുന്നത്. വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു സമയത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഓയിലില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. മാത്രമല്ല പൊതുനിരത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതുപോലെ പൊതുനിരത്ത് പെഡസ്ട്രിയൻ വഴിയാത്രക്കാർക്കും വഴി നടക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ അതൊരു ഔദാര്യമല്ല, അവരുടെ റൈറ്റാന്ന് പൂർണ്ണമായി യോജിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ സെക്കുലർ സ്പേസാണ്. എല്ലാ ജാതിമത ചിന്താഗതിയുള്ളവരും ഉയർന്ന അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നവരും താഴേക്കിടയിലുള്ളവരും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കേണ്ട ഒരു സ്പേസാണ് റോഡ് എന്ന് പറയുന്നത്. ആ റോഡിൽ നമ്മളുണ്ടാക്കിയ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ഇക്വാലിറ്റിനെ പറ്റി, ഇക്വിറ്റിനെ പറ്റിയൊക്കെ വളരെയധികം സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് പണം കൊടുത്ത് വാഹനം വാങ്ങിച്ച് അതിൽ ഓയിൽ നിറച്ച് ഓടിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് രംഗത്ത് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. പുതിയ സർക്കാർ വന്നതിന് ശേഷം അവരൊരു പ്രോമിസ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതായത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുക, ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫ്രീ ബി പോലെ കൊടുക്കുന്നതാണോ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു മാർഗം എന്നുള്ളതാണ് ഒരു ചോദ്യം. മാത്രമല്ല അതല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? ഇതിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളും എന്തൊക്കെ ദോഷങ്ങളും ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത? നമ്മുടെ മുന്നിൽ 3-4 സ്റ്റേറ്റുകളിൽ ഇതിനകം തന്നെ തെലങ്കാനയുണ്ട്, കർണാടകയുണ്ട്, ഡൽഹിയുണ്ട്, തമിഴ്നാടുണ്ട്. നമുക്ക് അതിൽ ഒരുപാട് സ്റ്റഡീസും ഉണ്ട് ഓൾറെഡി. പൊതുവെ കാണുന്ന സ്റ്റഡി എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും, കേരളം മാത്രമല്ല എല്ലാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും വലിയ ലോസിലാണ്, കോടിക്കണക്കിന് രൂപ. നമ്മുടെ KSRTC ആണെങ്കിൽ ഒരു മാസം ഏകദേശം 70-80 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുത്താൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 1,200 കോടി രൂപയുടെ നഷ്ടമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇനി ഒരു 600 കോടി രൂപ ബഡ്ജറ്റ് കണക്കനുസരിച്ച് 600 കോടി രൂപ നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോകണം. 1,800 കോടി രൂപ. 1,800 കോടി രൂപ വലിയ എമൗണ്ട് ആണെന്ന് ഞാൻ പറയത്തില്ല ഇപ്പോഴും. പക്ഷെ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന സ്ത്രീകൾക്ക് ഇതിനൊരു സ്ത്രീകൾക്ക് ഫ്രീ റൈഡ് കൊടുക്കുന്നതിനേക്കാളും കേരളം പോലൊരു സംസ്ഥാനത്ത് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഇത് ആർക്കാണ് വേണ്ടത്? നമുക്ക് കണക്കുകൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സമൂഹത്തിൻ്റെ 20% ആൾക്കാർക്ക് ചിലപ്പോൾ വേണമായിരിക്കും. വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. അവർ ആക്ച്വലി ഈ ബസ്സിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആദ്യത്തെ ചോദ്യം. കാരണം ബസ് എന്ന് നമ്മളൊരു റേഷനിങ് സിസ്റ്റം പോലെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ 30,000 ബസ്സിൽ നിന്ന് 4,000 ബസ് വെച്ച് ഓടിക്കുമ്പോൾ നമുക്ക് ആകെ ഇത്രയല്ലേ സ്പേസ് ഉള്ളൂ, അതിലേക്ക് ആളുകൾ ഇടിച്ച് കയറുകയാണ് അല്ലേ. അപ്പോൾ അവർക്കത് ഗുണം ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മറ്റ് സംസ്ഥാനങ്ങളില്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഇപ്പോഴൊരു 10,000 ബസ് പ്രൈവറ്റ് മേഖലയിലുണ്ട്. അവരുടെ ബിസിനസ് ഇതോടുകൂടി ഒരുവിധം തീരുമാനമാവുമെന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് ആളുകളെ കിട്ടാതെ വരാം എന്നുള്ളത്. മൂന്നാമത്, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ്, അതായത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ടല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ലോങ് ടേമിൽ നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ അസസ് ചെയ്യാറായിട്ടില്ല. കേരളത്തിൽ വനിതകളുടെ ജോലി, ലേബർ വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഏകദേശം 32-33%. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. തമിഴ്നാട് വളരെ കൂടുതലാണ്, 60%-ഓളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ഈ ബസ്സുകൾ കയറി പോവുകയും അവർക്ക് ജോലി കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പൈസ വേണ്ട, അവർ പോയി ഇൻകം ഏൺ ചെയ്യുന്നു, അവർ പോയി മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പോയി അവരുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ആ പൈസ വേറെ രീതിയിൽ ഗവൺമെൻറ് തിരിച്ചു കിട്ടും. ഈ ഒരു ഇഷ്യൂ കേരളത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ ലേബർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ കേരള? ഇതുകൊണ്ട് എത്ര കൂടും എന്നുള്ളത് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിനി ഒരു വർഷമെങ്കിലും കാത്തിരിക്കണം. അതുകൊണ്ട് ലേബർ വർക്ക് പാർട്ടിസിപ്പേഷൻ കൂടിയോ, ആൾക്കാരുടെ ഇൻകം കൂടിയോ, ഇവിടെ ഇൻകം പോയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ പല പോളിസികളും അങ്ങനെ ഒരു ട്രേഡ് ഓഫാണ്. ചില സമയങ്ങളിൽ നമ്മൾ നഷ്ടം സഹിക്കും, പക്ഷേ ലോങ് ടേമിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും എന്നുള്ളത് തോന്നണം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വറിയാവുന്നത് ഇപ്പോൾ ഈ ബസ്സുകൾ ഓൾറെഡി ഇല്ല. KSRTCയുടെ നല്ലൊരു ശതമാനം ബസ്സുകൾ ഇപ്പോൾ ഫ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കുകയാണ്. ബസ് വാങ്ങിക്കണമെങ്കിലും കാശ് വേണം. അപ്പോൾ അതിന് ഈ ഫെയറിൽ നിന്ന് കാശ് കിട്ടുമായിരുന്നു ചോദിച്ചാൽ അതില്ല. ബസ് വാങ്ങിക്കാനുള്ള കാശൊന്നും നമുക്ക് ഫെയർ ബോക്സ് കളക്ഷനിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ വീണ്ടും ഒരു 600 കോടി രൂപ കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 100 ബസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ 50 ബസ്സായിട്ട് കുറയും സാധ്യതയുണ്ട്. അതൊരു പ്രോബ്ലം. രണ്ടാമത്, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന എണ്ണം കൂടി കുറയുകയാണെങ്കിൽ മൊത്തത്തിൽ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്താവാം എന്ന് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ബസ്സുകൾ തന്നെ അപ്രത്യക്ഷമായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിച്ചേരുന്നില്ല. നമ്മളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രൈവറ്റ് വാഹനങ്ങളുടെ ഓണർഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ ഡെയിലി കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളത്തായ സ്ഥിതിക്ക്. പക്ഷെ എറണാകുളത്ത് മാത്രമല്ല, ബാംഗ്ലൂരും ചെന്നൈയിലും നമുക്കിതൊക്കെ കാണാൻ പറ്റും. അതായത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ കാറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു കാറിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് വണ്ടികൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാറ് വാങ്ങുന്നതിൻ്റെ എണ്ണം കൂടുന്തോറും, അതായത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തേക്ക് കണക്കുകൾ നോക്കുമ്പോൾ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം റോഡ് അപകടങ്ങളും വർദ്ധിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അതിലിപ്പോൾ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആൾക്കാർ റിലേ ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് റിലേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര നിലയിൽ ആൾക്കാർ അതിനെ റിലേ ചെയ്യുന്നില്ല എന്ന് തന്നെയാണോ? റിലേ ചെയ്യാത്തതിൻ്റെ കാരണം, ഞാനിപ്പോൾ പലപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഓപ്ഷൻസ് കുറവാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകണം.
എന്ത് ഓപ്ഷനാണ് നമുക്കുള്ളത്? അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകണം, എന്ത് ഓപ്ഷൻ നമുക്കുള്ളത്? നമുക്ക് ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി അടുത്ത ട്രെയിൻ വരാൻ നോക്കി നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി നോക്കി നിൽക്കാം. പകൽ സമയങ്ങളിൽ നമുക്ക് വേറെ എന്ത് ഓപ്ഷനാണ് ഉള്ളത്? അല്ലെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയൊരു കാര്യം സാധിക്കണം. രാവിലത്തെ 2 ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയാവും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് വെഹിക്കിൾ ഓണർഷിപ്പ് കൂടാനുള്ളതാണ്. അപ്പോൾ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഡെൻസിറ്റി വൈസ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് വെഹിക്കിളുള്ള ഒരു സംസ്ഥാനമാണ്. തീർച്ചയായും നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകവും നമുക്ക് വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കാറുകൾ വാങ്ങിക്കുന്നു. അതിനൊന്നും നമ്മളെതിരല്ല. കാരണം നമുക്ക് എല്ലാവർക്കും കാറ് വാങ്ങിക്കാനുള്ള റൈറ്റുണ്ട്, കാറ് ഡ്രൈവ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. പക്ഷെ എവിടെയാണ് നമ്മൾ പാളിപ്പോകുന്നതെന്ന് വെച്ചാൽ ഈ പൊതുഗതാഗതം എന്നുള്ള ഒരു ഡിസ്കഷനിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ റോഡിന് വീതി കൂട്ടാം, അല്ലെങ്കിൽ ട്രാഫിക് ജംഗ്ഷനാണല്ലോ അന്നൊരു ഫ്ലൈ ഓവർ പണിയാം. ഇതൊന്നും ശാശ്വതമായ പരിഹാരമുള്ളെന്ന ലോകത്ത് എല്ലാ നഗരങ്ങളിലും കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന 1988 സിയോൾ ഒളിമ്പിക്സ് നടന്നപ്പോൾ സൗത്ത് കൊറിയയിൽ പണിത 15 ഫ്ലൈ ഓവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ പൊളിച്ചു കളഞ്ഞു. അവർ പറഞ്ഞ് ഈ ഫ്ലൈ ഓവർ കാരണം സിയോൾ വീർപ്പുമുട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കാലത്തിന് പുറകെയാണ്, അതൊന്ന്. രണ്ടാമത് ഈ ഒരു ഇഷ്യൂ എന്തുകൊണ്ടാണെന്നുള്ള ഫണ്ടമെൻ്റൽ റീസണിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ കാറ് വാങ്ങിക്കാം, കാറ് വാങ്ങിച്ചോളൂ, അതും സ്റ്റേറ്റിൻ്റെ ഒരു ഇൻകമാണ്, ടാക്സ് ഒരു ഇൻകമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും നാളെ ബസ്സിൽ കയറി നടക്കുന്നൊന്നും അത് ലോകത്തൊരു സ്ഥലത്തുമില്ല. പക്ഷേ അതിൻ്റെ യൂസ് ഇപ്പോൾ ഡെയിലി നമ്മൾ ഓഫീസിൽ പോകുന്നു, നമ്മൾ കാർ ഓടിച്ച് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ പെട്രോളിന് 115 120 രൂപയൊക്കെ ആകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ ഈ കാർ ഓടിക്കുന്ന പല ആൾക്കാരും അത്രയും വലിയ ഇൻകമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പൊതുവായൊരു പബ്ലിക് ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സാലറി കുറവാണ്, ആവറേജ് സാലറി. അതുകൊണ്ടാണ് ആളുകൾ വിദേശത്ത് പോകുന്നത്. അപ്പോൾ 40,000 50,000 60,000 രൂപ കിട്ടുന്ന ആൾക്കാർ ദിവസവും 100 രൂപ അല്ലെങ്കിൽ 200 രൂപ മുടക്കി പെട്രോൾ ഒഴിച്ച് ഓഫീസിൽ പോകുന്ന പലർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല, വേറൊരു ഓപ്ഷനില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സൗകര്യം കിട്ടുമെന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ടെക്നോളജിക്ക് ഒരുപാട് വലുതായി. പണ്ട് നമ്മൾ പഴയ കാലഘട്ടത്തിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമകളിൽ മാത്രമേ കാണുന്നുള്ളൂ. പഴയ കാര്യങ്ങൾ പറയുമ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സുകളുടെ സമയം എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലേ? 10:30 ബസ്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫോണിൽ കിട്ടും ഇതൊക്കെ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഇതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുക. അത് ഈ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അത് നടപ്പിലാക്കാനും പലപ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ KSRTC പോലുള്ള സ്ഥാപനത്തിന് അതിൻ്റെ വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് കൊടുക്കാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കൊച്ചിനെ തെറ്റി പറയാം. കൊച്ചി എനിക്കൊന്ന് കേരളത്തിൻ്റെ തന്നെ ഒരു സാമ്പിളാണ്. കൊച്ചിയിൽ കഴിഞ്ഞ 20-25 വർഷം കൊണ്ട് കൊച്ചി ഒരുപാട് മാറിപ്പോയി. ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ ആൾക്കാരുടെ എണ്ണം കൂടി, കൊച്ചിയുടെ പല ഭാഗങ്ങളും വലിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ കാക്കനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം പഴയകാലത്ത് ആരും വരാതിരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. പക്ഷേ ഒരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങൾ വന്നു, റോഡുകൾ വന്നു, അവിടെ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നു. കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ പാലങ്ങൾ വന്നു. അപ്പോൾ കൊച്ചി നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങി പോകുന്നതിന് പകരം ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പോൾ അവിടെ എന്തെങ്കിലും പുതിയ റൂട്ടുകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയ ബസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൊച്ചി പോലുള്ള നഗരത്തിൽ ഞാൻ കൊച്ചി മെട്രോയെ കുറച്ച് നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം കൊച്ചിയിൽ മെട്രോ വരുന്നതിനോട് ഞാൻ എതിരല്ല. പക്ഷെ മെട്രോ വരികയാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ കൊച്ചിയുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് നടത്തണം. മെട്രോയ്ക്കൊരു മിനിമം ആൾക്കാർ അതിൽ യാത്ര ചെയ്യണം. കുറച്ച് മിനിമം ആൾക്കാരുണ്ട്. അതിങ്ങനെ 10,000 20,000 ഇപ്പോൾ പറയുന്ന 1 ലക്ഷം ഒന്നും ആയാൽ പോരാ. കാരണം നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതിനേക്കാളും വലുതാണ്.
നമ്മളെപ്പോലെ ചെറിയൊരു പട്ടണമാണ്, നമ്മൾ ബോംബെയോ ബാംഗ്ലൂരോ ഡൽഹിയോ ഒന്നും അല്ല. ഇതേ എമൗണ്ട് തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ബസ് യാത്ര കൊടുക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ അന്നോട്ട് പറയാറുണ്ട്, നമ്മൾ ഈ മെട്രോയ്ക്ക് ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 1000 ബസ് കൂടി കൂടുതൽ വാങ്ങിച്ചാൽ എല്ലാവർക്കും അടുത്ത 25 വർഷത്തേക്ക് ഞാൻ, കാരണം അത്രേ ആവുള്ളൂ ഇതിൻ്റെ ചിലവ്. പക്ഷെ അങ്ങനെയുള്ള ദീർഘവീക്ഷണം പലപ്പോഴും ഈ തീരുമാനം എടുക്കുന്നവരിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് വെഹിക്കിള് ഓൺ ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രശ്നം, ഇപ്പോൾ കൊച്ചിയിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 1:3 ആണെന്നൊക്കെ പറയുന്നത്. ചിലർ പറയുന്നത് 1:2 ആണ്. നമുക്ക് പുതിയ ഡേറ്റ അത്രയും ഇപ്പോൾ സെൻസസ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കാം. അതായത് എവറി സെക്കൻഡ് പേഴ്സൺ ഹാസ് എ പ്രൈവറ്റ് വെഹിക്കിൾ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ സൊല്യൂഷൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഫ്ലൈ ഓവറിന് മുകളിൽ വേറെ ഫ്ലൈ ഓവർ പണിയും. ഞാനിപ്പോൾ ഇവിടെ കൊച്ചി നഗരത്തിൽ നടക്കുന്ന പല ഡിസ്കഷൻ ഉണ്ട്. നമുക്ക് ഈ ബൈപ്പാസ് വരാം, ആ ബൈപ്പാസിന് ബൈപ്പാസ് വരാമെന്നുള്ള ഇപ്പോൾ ഡിസ്കഷൻ. ഇതൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യത്തില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ, ഡൽഹി മലയാളികളൊക്കെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പൊല്യൂഷൻ, അവിടെ കഞ്ചഷൻ. നമ്മളും അധികം താമസിയാതെ ആ രീതിയിലേക്ക് പോവുകയാണ്. ശുദ്ധവായു ശ്വസിക്കാമെന്ന് പറഞ്ഞാണ് അവരിവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴും ഇവിടെയും ഈ തിരക്കിനിടയിലും പൊല്യൂഷനിടയിലും കാണുമ്പോൾ പിന്നെ ഡൽഹിയും കൊച്ചിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ഒരേപോലെ ആവും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാഷണലൈസേഷൻ എടുത്ത് കളയുക, കൂടുതൽ ഈ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എനിക്കോ താങ്കൾക്കോ ഒരു ബസ് വാങ്ങിച്ച് ഓടിക്കാനോ, കാരണം ഞാൻ ബസ്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആ കാര്യത്തിൽ നിന്നാണ്. ഒരു കാറിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു ബസ്സിൽ 42 സീറ്റർ ബസ്സാണെങ്കിൽ 42 പേർക്ക് ഒരു സമയം പോകാം. പക്ഷെ അത് ഏകദേശം 10-12 കാറിന് ഈക്വലാണ്. അപ്പോൾ അത്രയും സ്പേസാണ് നമ്മൾ റോഡിൽ നിന്ന് എടുക്കുന്നത്. ഇതൊന്നും റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇതൊക്കെ ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്ക ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഈ കാർ കമ്പനികളെല്ലാം അമേരിക്കയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ടിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അവർക്ക് മനസ്സിലായത്, ഇങ്ങനെ ഒരു, ഇപ്പോൾ ഞാൻ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു തീപ്പെട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ 5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പൈസ മുടക്കണം 1 രൂപയുടെ തീപ്പെട്ടി വാങ്ങിക്കാൻ. അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് നമ്മൾ, കാരണം ഈ മോഡലാണ് നമ്മളിവിടെയും കോപ്പി ചെയ്യുന്നത്. അമേരിക്കൻ മോഡൽ ഇസ് എന്ന റൈറ്റ് മോഡൽ. അമേരിക്ക ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ട്രാൻസ്പോർട്ടിൽ അവരല്ല മോഡൽ. ഒരുപക്ഷെ യൂറോപ്യൻ മോഡൽ നോക്കുക. യൂറോപ്യൻ മോഡലിൽ അവർ നല്ല ബസ്സുകൾ കൊടുക്കുന്നു. അപ്പോൾ ബസ് കൊടുത്താൽ മാത്രം ആൾക്കാർ കയറില്ല. ബസ് കൊടുക്കുകയും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുകയും വേണം. നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ, അല്ലെങ്കിൽ മെയ് മാസത്തിൽ കേരളം അതിനു മുമ്പ് ഫേസ് ചെയ്യാത്ത ഒരു ഹീറ്റ് വേവിലൂടെ കടന്നുപോയി. അന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിരുന്നു, നിങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചുകൂടെ, കുറച്ച് AC ബസ്സെങ്കിലും ഇവിടെ ഓടിച്ചുകൂടെ എന്ന്. പക്ഷേ ഇതിപ്പോൾ അങ്ങനൊരു സിസ്റ്റം, അങ്ങനൊരു പ്രോസസ്സ് കേരളത്തിലില്ല. ആളുകൾ ഒരു 10 രൂപയോ, ഞാൻ 100 രൂപ മുടക്കി അല്ലെങ്കിൽ 150 രൂപ മുടക്കി ഒരു ദിവസം കാറിൽ പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു 25 രൂപ കൂടുതൽ മുടക്കി ഒരു AC ബസ് യാത്ര ചെയ്യാൻ തയ്യാറാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ വേറെ കോൺസെപ്റ്റാണ് റൂട്ട് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. റൂട്ട് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കൊച്ചിയിൽ പല നമ്മുടെ ടൗണുകളിലും മറ്റ് പല സിറ്റികളിലുള്ളൊരു പ്രശ്നമാണ്. ഈ റോഡുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ റൂട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് ഒരു റൂട്ട്, അതൊരു പക്ഷേ ഒരു പക്ഷേ 10 കിലോമീറ്ററാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഈ പോയിൻ്റ് എയ്ക്കും പോയിൻ്റ് ബിക്ക് ഇടയ്ക്ക് ഒരു ഷോർട്ട് കട്ട്, പുതിയ റോഡോ എന്തെങ്കിലും ബ്രിഡ്ജോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 കിലോമീറ്റർ 6 കിലോമീറ്ററായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ പുതിയ റൂട്ടിലൂടെ ഒരു പുതിയ റൂട്ട് പെർമിറ്റ് കൊടുക്കാൻ നമ്മുടെ സ്റ്റേറ്റ് തയ്യാറായിട്ടുണ്ടാവില്ല. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കൊച്ചിയിലാണെങ്കിൽ നമ്മൾ തൃപ്പൂണിത്തുറ മേഖലയിൽ നിന്നാണ് വരുന്നെങ്കിൽ വെസ്റ്റേൺ കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴും നഗരത്തിൽ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്നാൽ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ 2 പാലങ്ങൾ പണിതിട്ടുണ്ട്. അവിടെ കൂടി പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് എത്തും. സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. ഇപ്പോൾ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, സിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുന്നത്, അത് സദേൺ സൈഡിൽ നിന്ന് നോർത്തേൺ സൈഡിലേക്ക് പോകണം. ഇപ്പോഴും നമുക്ക് സിറ്റി മുഴുവൻ കറങ്ങിയാണ് നമ്മുടെ ബസ്സുകൾ പോകുന്നത്. പക്ഷെ നമുക്ക് ബൈപ്പാസ് ഉണ്ട്, അങ്ങനെ അധികം ബസ്സുകൾ ഡയറക്റ്റായിട്ട് ഓടിക്കുന്നില്ല. അപ്പോൾ ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. പക്ഷേ സിസ്റ്റം അതിനോട് പ്രതികരിക്കാനോ, കാരണം ഇതിലൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇത്രയും വർഷം ഈ മേഖലയിൽ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്.
അതായത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കുറേയധികം ആൾക്കാർ വിശ്വസിച്ചിരിക്കുകയാണ്. അതിൽ ശരിക്കും നമ്മൾ ശരിയായ രീതിയിലൊരു പബ്ലിക് പോളിസി അനാലിസിസ് നടത്തുകയാണെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം ആ ഡെഫിനിഷൻ വാട്ട് ഈസ് എ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ഗുഡ് ആവണമെന്നില്ല. എക്സാക്ട്ലി നമ്മൾ ഡെഫിനിഷൻ പോവുകയാണെങ്കിൽ. പക്ഷേ നമ്മളെപ്പോലുള്ള സംസ്ഥാനത്ത് അതിനൊരു പബ്ലിക് എലമെൻ്റായിട്ട് നമുക്ക് കാണുന്നതിൽ തെറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് പ്രൊവൈഡറിനേക്കാളും കൂടുതലായിട്ടും പണ്ട് കാലത്ത് ചെയ്തുള്ള റെഗുലേറ്റർ ആവുക. നിങ്ങൾക്ക് ഫെയർ ഫിക്സ് ചെയ്യാം, നിങ്ങൾക്ക് ആളുകളെ കൺട്രോൾ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ആരും ആ മേഖലയിലേക്ക് കടന്നു വരരുത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 15,000 ബസ് എന്തെങ്കിലും കാലത്ത് KSRTC വാങ്ങിക്കുമോ? കേരളത്തിൽ ഇന്ന് നമുക്ക് റേഷ്യോ ഉണ്ട്. അതായത് 60 ബസ്സുകൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് 60 ബസ്സുകൾ ഒരു 10 ലക്ഷം ആൾക്കാർക്ക് വേണമെന്നൊക്കെയാണ് കണക്ക്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു 30,000 ബസ്സിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട്. ഇത് അടുത്ത് 100 വർഷം കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്റ്റേറ്റിന് വാങ്ങിക്കാൻ പറ്റില്ല. അതാ ഞാൻ അവരെ കുറ്റം പറയത്തുമില്ല. കാരണം അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല, അല്ലെങ്കിൽ കാശിൻ്റെ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ പ്രയോറിറ്റി വേറെ ആയിരിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ എല്ലാം ഈ രംഗത്തെ കൊണ്ടുവന്നിട്ട് അവരെ ഈ സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കാത്തിടത്തോളം കാലം നിങ്ങളിങ്ങനെ നാഷണലൈസ് ചെയ്ത് റോഡുകളിലൂടെ ഒരു റോഡിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നാഷണലൈസ് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബസ് പോയി കഴിഞ്ഞാൽ ആ ഇടയ്ക്കുള്ള സ്ഥലം KSRTCക്ക് മാത്രമേ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പല സ്ഥലങ്ങളിലും വളരെ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റഡീസിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ മാറ്റി നിർത്തണം. അപ്പോൾ ഇങ്ങനെ നാഷണലൈസ് ചെയ്യുന്നത് ഒരു 1950കൾക്ക് ശേഷം വന്ന ഇന്ത്യയിലെ ഒരു പ്രതിഭാസമാണ്. ഇത് പല സമയത്തും കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷനാണ്. റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്. അത് 1939 1989 ഇപ്പോൾ 2016 വന്നു. ഇപ്പോൾ അമെൻഡ് ചെയ്തു 2 തവണ. അപ്പോൾ ഇപ്പോഴത്തെ അത് നാഷണൽ ലെവലിൽ, സ്റ്റേറ്റിൽ റൂൾസ് ഉണ്ടാക്കും. മറ്റത് ആക്ട്, നാഷണൽ ലെവലിൽ ആക്റ്റും സ്റ്റേറ്റിൽ റൂൾസാണ്. അപ്പോൾ നമ്മളാണ് റൂൾസ് ഉണ്ടാക്കുന്നത്. ആ റൂൾസിൽ നമുക്ക് വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഉണ്ടാക്കാൻ. ആ ഫ്ലെക്സിബിലിറ്റിനെ ചൂഷണം ചെയ്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ബസ്സിനെ പറ്റി ഇത്രയും കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ തമിഴ്നാടോ മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ പോലെ വലിയൊരു സംസ്ഥാനമല്ല കേരളം. കേരളം ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരു സിറ്റി സ്റ്റേറ്റാണ്. അവിടെ നമുക്ക് ട്രെയിൻ ഗതാഗതത്തിന് പരിമിതികളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഈ ശബരി റെയിൽപാതയാണ്. അത് നമ്മുടെ ഈസ്റ്റേൺ സൈഡിനെ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ട്രാൻസ്പോർട്ട് മൂവ്മെൻറ്റ് നടക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളും കുറച്ച് റോഡുകളൊക്കെ കൂടി ഇനി കേരളത്തിൽ വരുള്ളൂ. കാരണം ഇത്രയും ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡിൽ എത്ര എണ്ണം നമുക്ക് പണിയാൻ പറ്റും? അതിന് വരെ നമ്മൾ വീണ്ടും ഫ്ലൈ ഓവർ പണിത്, ഒരെണ്ണത്തിന് മുകളിൽ വേറെ ഫ്ലൈ ഓവർ പണിത്. ഇപ്പോൾ ഡൽഹി തന്നെ നോക്കുക, ഡൽഹിയിൽ ഏകദേശം 150-ലധികം ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഡൽഹി പോകുന്ന ഒരാളാണ്. ഡൽഹിയിൽ തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ട് കാലത്ത് താഴെയായിരുന്നു ബ്ലോക്ക്, ഇപ്പോൾ നമ്മൾ മുകളിൽ കൊണ്ടുപോയി ബ്ലോക്ക് ചെയ്യും. നമ്മളൊരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കും. ഓക്കെ, അത് ഡൽഹിയുടെ ഇന്ത്യയുടെ പ്രത്യേകതയല്ല. കാരണം ഇതിൽ നമ്മൾ പറയുമല്ലോ ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറയുമല്ലോ. നമ്മൾ ഫ്ലൈ ഓവറുകൾ പണിയും തോറും ആക്ച്വലി പ്രൈവറ്റ് വെഹിക്കിൾ ഓണേഴ്സിന് ഇൻസെൻറ്റീവാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നാളെ വൈറ്റില ജംഗ്ഷനിൽ കൂടി പോകുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ കാർ ഓടിച്ച് പോകാമെന്നാണ്. ഇപ്പോൾ വൈറ്റില ജംഗ്ഷൻ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ കൊണ്ടുവന്ന 6 മാസത്തിനുള്ളിൽ തന്നെ ആ ഫ്ലൈ ഓവർ കൊണ്ട് ഒന്നും സൊല്യൂഷൻ ഇല്ല എന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിവിഷൻ വേണം. ആൾക്കാർക്ക് ധാരണ ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ പലരുമായിട്ട് സംസാരിക്കുന്ന ധാരണയുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് ഈ മാറ്റം തിരിച്ച് കൊണ്ടുവരാൻ, അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന അടുത്ത പ്രശ്നം, ഭാവിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേരളം ഏകദേശം 60,000 കോടി രൂപ മുടക്കി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമുക്ക് നാഷണൽ ഹൈവേ പണിയാണ്. അതിൽ വലിയ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു, 60,000 കോടി രൂപ മുടക്കിയതിൽ കുറേ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളൊരു 500 കോടിയെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അടുത്ത അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം, നമ്മുടെ ഈ ഹൈവേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അധികം താമസിയാതെ ഈ ഹൈവേ എല്ലാം വീണ്ടും കൺജസ്റ്റഡ് ആവും. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്താണ്, പൊതുവേ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന പ്രോമിസ്, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്താണ്, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകാൻ, അല്ലെങ്കിൽ എറണാകുളത്ത് തിരുവനന്തപുരം വരെ പോകാൻ 2.5 മണിക്കൂർ മതി. ആർക്ക് 2.5 മണിക്കൂർ മതി? നിങ്ങൾ കാർ ഓടിക്കുകയാണെങ്കിൽ 2.5 മണിക്കൂർ മതി. അവിടെ തന്നെ നമ്മുടെ ഒരു വിഷൻ തെറ്റിയില്ലേ?
അന്ന് ഈ ഹൈവേയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ബസ്സുകൾക്ക് 65 തൊട്ട് 70 കിലോമീറ്റർ എന്തോ സ്പീഡാവാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബസ്സുകൾ 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമല്ലോ 220 കിലോമീറ്ററിൽ അല്ലേ. പക്ഷേ നമുക്ക് ബസ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വല്ലപ്പോഴും ഒരു ബസ് പോയതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി പോകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടൈമാണ് കേരളത്തിന് ഒരു ട്രാൻസ്പോർട്ട്. ഇപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അന്നും ഇതിനോട് യോജിക്കുന്നില്ല. എന്നാലിപ്പോൾ ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ ഹൈവേ ഒക്കെ പണിത് അല്ലെങ്കിൽ അപകടങ്ങൾ കൂടും. ഇപ്പോൾ അപകടങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അപകടങ്ങൾ കൂടാൻ പോവാണ്. നമ്മൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ സ്ഥിരമായ അപകടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസവും മലയാളികൾ ആരോ മരിച്ചിരിക്കുന്നു. ഇതിവിടെ നടക്കും. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്താണ്? നിങ്ങൾക്ക് 100-120 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്തോളൂ. പക്ഷേ എല്ലാവരും കയറി ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായും അപകടങ്ങളുണ്ടാവും, കാഷ്വാലിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ മുടക്കിയതുകൊണ്ട്, പൈസ മുടക്കിയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുക. ഇവിടുന്ന് ഞാൻ മുമ്പ് ചോദിച്ച പോലെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അല്ലെങ്കിൽ കൂടുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ AC ബസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലേ കയറുള്ളൂ. അല്ലാതെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് 2000 രൂപ 3000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഡീസൽ ഫില്ല് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു തോട്ട് പ്രോസസ്സ് കേരളത്തിൻ്റെ ഭാവിയെ പറ്റി വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലം തൊട്ട് കേരളത്തിൽ അത്യാവശ്യം വൈഡായിട്ട് യൂസ് ചെയ്തൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ജലഗതാഗതം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് എന്നുള്ളത്. പണ്ട് വള്ളങ്ങളും വഞ്ചികളും ഒക്കെ ഭയങ്കര അത്യാവശ്യം വൈഡായിരുന്നു, ഇപ്പോൾ ഒരു ക്രോസ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷെ അതിനെ വലിയ രീതിയിൽ ബാധിച്ചതായിരുന്നു ഈ പാലങ്ങളുടെയൊക്കെ വരവ്. അതോടെ അവരുടെ പലരുടെയും തൊഴിലില്ലാതെ ആവുന്നതും അങ്ങനെയുള്ള സാധ്യത. പക്ഷേ ജനങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ ഈ കൊച്ചി വാട്ടർ മെട്രോ ഒക്കെ വരുന്നു, അതിൻ്റെ എക്സ്പാൻഷനൊക്കെ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട്. ഈ വാട്ടർ മെട്രോനെ അല്ലെങ്കിൽ ഈ ജലഗതാഗതത്തെ പറ്റി പറയുമ്പോൾ അതിൽ 2 സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് കമ്മ്യൂട്ട് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്, പിന്നെ ഒരു ടൂറിസം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ മെട്രോൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും കുറേ കായലും പുഴകളും ഒക്കെ ഉള്ള കേരളത്തിന് ഇതിൽ നല്ലൊരു ഭാവിയില്ലേ എല്ലാ പെർസ്പെക്റ്റീവിലും നോക്കുമ്പോൾ? കമ്മ്യൂട്ടാണെങ്കിലും ടൂറിസം ആണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? എഗെയിൻ ഇതിലൊരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ കേരള ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ അതോറിറ്റി ഉണ്ട്. അവരാണ് നമ്മുടെ ബോട്ടുകൾ ഓടിക്കുന്നത് കേരളത്തിലെ മൊത്തത്തിൽ. രസകരമായൊരു കണക്കെന്ന് വെച്ചാൽ 2 വർഷം മുമ്പുള്ളൊരു വർക്കാണ്. ഞങ്ങൾ ചെയ്തൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്ത സ്റ്റഡിയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് മൊത്തത്തിൽ ഇവർക്ക് എത്ര ബോട്ടുണ്ടായിരുന്നു ഞങ്ങൾ നോക്കി. ആകെ 2 ബോട്ടേ 10 വർഷം കൊണ്ട് കൂട്ടിയുള്ളൂ. നമ്മൾ KSRTCയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അപ്പോൾ പാലങ്ങൾ വന്നു, അതുകൊണ്ട് ആൾക്കാർ വാഹനം റോഡുകളിലൂടെ പോകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു റീതിങ്കിങ് ഉണ്ടായിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഇപ്പോൾ നമുക്ക് കൊച്ചി തന്നെയാണെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്നും കൊച്ചി സിറ്റിയിലേക്ക് വരാൻ ബൈ റോഡാണെങ്കിൽ ഒരു 50 മിനിറ്റ്സ് എടുക്കും, ബൈ ബോട്ടാണെങ്കിൽ 20 മിനിറ്റ്സ് എടുക്കുള്ളൂ. ഇത് കൊച്ചിയിൽ മാത്രമല്ല, നമ്മുടെ പല സ്ഥലങ്ങളിലും നമുക്ക് ജലഗതാഗതം വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ കാരണം തന്നെയാണ്, നമ്മളിതൊന്നും ഓഡിറ്റ് ചെയ്തിട്ടില്ല. ഓഡിറ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഓഡിറ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നത്, ഇവരൊക്കെ എത്ര പേർക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫെയിലറായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓൺ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് വാട്ടർ ട്രാൻസ്പോർട്ടിന് റെസ്പോൺസിബിൾ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരവരുടെ സിസ്റ്റം മോഡേണൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ ഫ്ലീറ്റ് സൈസ് കൂട്ടാനൊന്നും എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്പർ വളരെ ക്ലിയറാണ്. ബോട്ട്സിൻ്റെ എണ്ണം കേരളത്തിൽ ഒരു 5% പോലും കൂടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബസ്സില്ലെങ്കിൽ വാഹനം ഓടിക്കും. അതേപോലെ തന്നെ ആൾക്കാർ ഇതിൽ നിന്ന് മാറി ലോകത്ത് എല്ലായിടത്തും കാണുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പൊതുഗതാഗതത്തിൽ നിന്ന് ആളുകൾ പോയി കഴിഞ്ഞാൽ, സ്വന്തം വാഹനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായ പ്രോസസ്സാണ്. അത് നിങ്ങൾ കുറച്ച് ട്രാഫിക് ബ്ലോക്കിൽ കിടന്നാലേ ആൾക്കാരിങ്ങനെ. പക്ഷേ കേരളത്തിൽ നമ്മൾ നാഷണൽ ലെവലിൽ സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ആൾക്കാർ ഇപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം അവർക്കൊരു അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ വെച്ചാൽ ന്യൂ ജനറേഷനെ പറ്റിയല്ല, അപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ നശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരും. ഇപ്പോൾ കൊച്ചിയിൽ വാട്ടർ ട്രാൻസ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം എനിക്കൊന്ന് 170 ബോട്ട് ജെട്ടികൾ എന്തോ കൊച്ചിയും ചുറ്റുപാടുമുള്ള ദ്വീപ് സമൂഹത്തിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടാണ് ചില പഴയ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത്. നമ്മളതിൽ ചിലതാണിപ്പോൾ
വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി റിവൈവ് ചെയ്തത്. വാട്ടർ മെട്രോയ്ക്ക് ഞാൻ അഗേൻസ്റ്റ് അല്ല, അതിനൊരു മോഡേണൈസേഷൻ ഉണ്ട്, വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ പറ്റുന്ന തെറ്റ് എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത് വെച്ചാൽ, ഇപ്പോൾ കൊച്ചിയുടെ വെസ്റ്റ് കൊച്ചിയിൽ നിന്നും ഏകദേശം 80% ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുന്നത് സിറ്റിയിലോ അല്ലെങ്കിൽ സിറ്റിയുടെ കിഴക്കൻ മേഖലയിലേക്കാണ്. പരമ്പരാഗതമായി അത് കഴിഞ്ഞൊരു 50 വർഷമായി അല്ലെങ്കിൽ 60 വർഷമായി അവർ ഈ ജലവാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്പോർട്ടിൽ വന്നെങ്കിൽ 20 രൂപയോ 15 രൂപ കൊടുത്താൽ മതി. വാട്ടർ മെട്രോയിൽ പോകണമെങ്കിൽ 40 രൂപ വേണം. ഈ വരുന്ന ആൾക്കാരൊന്നും അങ്ങനെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല അതിൽ വരുന്നത്. വളരെ ആവറേജ് സാലറിയുള്ള ആൾക്കാർ, പലപ്പോഴും മെയ്ഡായിട്ട് പോകുന്നവരുണ്ടാവും, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അവർക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ പോലും ഇല്ലാത്തൊരു ഫീൽഡായിട്ട് നമ്മളതിനെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരാൻ ആർക്കും പറ്റുന്നില്ല. പുതിയ ബോട്ടുകൾ, നമ്മൾ ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞ പോലെ, ഓട്ടോറിക്ഷ പണ്ട് കാലം തൊട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതിനെന്തുകൊണ്ട് ഇന്നോവേഷൻ വന്നില്ല എന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ സ്റ്റഡീസ് കാണിക്കുന്നത് വെച്ചാൽ അത് ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റാണ്. അതിൽ ഇന്നോവേഷന് സ്കോപ്പില്ല. കാരണം ഒരു കമ്പനിക്ക് പുതിയൊരു ഇന്നോവേഷൻ മോഡൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് 1000 കോടി രൂപ KFW ലോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആശുണ്ടായി ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നടന്നേനെ. അപ്പോൾ കൊച്ചിക്ക് മാത്രമല്ല, കേരളത്തിൽ ജലഗതാഗതം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ആളുകൾ കൊല്ലത്തേക്ക് പോകുമായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് നശിച്ചുപോയി? കാരണം ഈ പഴയ തരത്തിലുള്ള ബോട്ടുകളും, ഒരു മോഡേണൈസേഷൻ ഇല്ലാത്ത ബോട്ടുകളും, അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തന രീതികളോ ഒന്നും ആരും ചെയ്യുന്നില്ല. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ബോട്ടുകൾ ഓടിക്കുന്നു, ആർക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമുക്ക് അഷ്ടമുടി കായലിൽ എൻ്റെ അറിവിൽ കുറേയധികം ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ എവിടെ നിന്നാണെന്നോ എപ്പോഴാണെന്നോ നമുക്കറിയൂ. പ്രൊമോഷൻ ഇല്ല. അപ്പോൾ ഈ ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം വെച്ചാൽ, ഇതെല്ലാം ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ നിന്നായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മാറാതെ ജലഗതാഗതമൊന്നും കേരളത്തിൽ, അതിന് ഏറ്റവും വലിയൊരു കൗണ്ടറാണ് നമ്മൾ, അതിനോട് ഞാൻ പൂർണ്ണമായി അത് ഞാൻ പറയാം. അതിന് റീസൺ ഇത്, ഇതിനൊരു കൗണ്ടറാണ് നമ്മൾ ആലപ്പുഴയിലും കുമരത്തെ കാണുന്ന ഹൗസ് ബോട്ടുകൾ. ഒന്ന് ആലോചിക്കുക, ആ ഹൗസ് ബോട്ടുകൾ മുഴുവനും കേരള ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നെങ്കിൽ അവിടെ 3000 ആലപ്പുഴ ജില്ലയിൽ മാത്രം എനിക്ക് തോന്നുന്നു 2500 ഹൗസ് ബോട്ടുകളുണ്ട്. എനിക്ക് അവിടെ ഒരു വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ, അതിൻ്റെ സേഫ്റ്റി പ്രശ്നം പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അത് വേറൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സ്റ്റേറ്റ് മാത്രമാണ് അവിടെ ഹൗസ് ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടൂറിസമോ നമുക്ക് ഈ ഹൗസ് ബോട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നു. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ലോകത്തിന് അനുയോജ്യമായൊരു ഓപ്പൺനെസ് ഈ സിസ്റ്റത്തിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലുണ്ടാവും. നമ്മളിപ്പോൾ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പറഞ്ഞു, ജലഗതാഗതത്തെ പറ്റി പറഞ്ഞു. മറ്റൊരു കാര്യം വരുന്നത് എയർ ട്രാഫിക് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കൂടുള്ള യാത്രകളെ പറ്റിയാണ്. കേരളത്തിലുള്ള നിലവിലുള്ള വിമാനത്താവളങ്ങൾ സഫീഷ്യൻ്റ് ആണോ ഈ ഒരു ജനങ്ങളുടെ യാത്രയും അതിൻ്റെ നീഡ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എയർപോർട്ടുകൾ തമ്മിലുള്ളൊരു ഇൻ്റർ കണക്ടിവിറ്റി, ഒരു കമ്മ്യൂട്ട്, അത് എത്രത്തോളം എന്താ പറയുക ശക്തമാണെന്നോ, അല്ലെങ്കിൽ അത് ശരിക്കും യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ലെവലിൽ ഫ്ലൈറ്റുകൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എയർപോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊന്നും കേരളത്തിൽ പറ്റില്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ 25 മിനിറ്റ് മതി. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള, അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ചില മീറ്റിങ്സിനൊക്കെ ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, അവർ തിരുവനന്തപുരത്തു നിന്നൊരു നമ്മുടെ വന്ദേ ഭാരതിലോ ജനശതാബ്ദിയിൽ കയറി പോകുന്ന 6 മണി കഴിഞ്ഞാൽ ഇവിടെ 9 മണിക്ക് എത്തും. ഇവർ ഫ്ലൈറ്റിൽ വരണമെങ്കിൽ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് എയർപോർട്ടിൽ പോയിരിക്കണം. ഓക്കെ, അപ്പോൾ 25 മിനിറ്റിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ, കാരണം കേരളം ഒരു വളരെ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. പിന്നെ ആകെ സാധ്യത ഉള്ളത് വല്ല കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വല്ല ഫ്ലൈറ്റ്, അത് ഇത്ര സമയമുള്ളത് കൊണ്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനൊക്കെ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വർത്താണോ എന്ന് സംശയമുണ്ട്. നമ്മൾ ഈ പറയുന്ന എയർപോർട്ടുകളെല്ലാം നമ്മുടെ നമ്മുടെ നാട്ടുകാർ വിദേശത്ത് ഒരുപാട് പോകുന്നുണ്ട്. അതിനെ എങ്ങനെ കൂടുതൽ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാംഗ്ലൂർ എയർപോർട്ടുണ്ട്,
അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കണ്ണൂർ എയർപോർട്ടുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കോഴിക്കോട് എയർപോർട്ടുണ്ട്. അത് തന്നെ വലിയൊരു ചലഞ്ചായിട്ട് ഇവരുടെ എല്ലാവരുടെയും സർവൈവലിനെ അത് ബാധിക്കുക. നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഹൈവേ പണിത്, ഹൈവേയിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്താന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് 2.5 മണിക്കൂറൊക്കെ തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന റെയിൽ സംവിധാനം മെച്ചപ്പെടുത്തുക, ഓക്കെ, അത് കുറച്ചുകൂടി റെയിൽ പാതകളൊക്കെ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശബരി റെയിൽപാത, അങ്കമാലി എന്നുള്ള റെയിൽപാത തന്നെയാണ് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്കമാലിയിൽ നിന്ന് ഇരുമേലി പോയി നെയ്യാറ്റിൻകരയോ വാമനപുരമോ ഒക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ മറ്റേ കൊല്ലം തെങ്കാശി ലൈനിലൊക്കെ അത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസ്റ്റേൺ സൈഡും മുഴുവൻ കണക്റ്റഡ് ആവും. അതുവഴി നമുക്ക് ഈ ഷോർട്ട് കട്ടിൽ നമുക്ക് ചെന്നൈയിലേക്കൊക്കെ പോകാനും പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വഴി തിരുനാവായ പോകുന്ന റെയിൽവേ ലൈൻ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. അതേപോലെ മൈസൂർക്ക് റെയിൽപാത വടക്കൻ കേരളത്തിൽ നിന്ന് വരാൻ പറ്റുമോ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. കേരളത്തിലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ യാത്ര കൊടുക്കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇത്രയൊക്കെ കാശൊക്കെ മുടക്കി നമ്മൾ മാത്രമല്ല എയർ ട്രാഫിക് കോസ്റ്റ്ലി ആവുന്നൊരു സംബന്ധമാണ്. അത് പൊതുവേ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്, കേരളത്തിൻ്റെ പ്രശ്നമല്ല. കാരണം ടിക്കറ്റുകളുടെ നിരക്കുകളൊന്നും കുറയാൻ പോകുന്നില്ല. ടിക്കറ്റുകൾക്ക് എപ്പോഴും നിരക്ക് കൂടിയുള്ളൂ. കാരണം ഈ പെട്രോളിൻ്റെയും ഏവിയേഷൻ ഫ്യൂവലിൻ്റെയും ടാക്സൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ട് അത് കൂടി വരും. എനിക്ക് തോന്നുന്നു ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി, സ്ട്രക്ചർ ഉണ്ടാക്കി, അവിടെ അധികം ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും കേരളത്തിലെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന നിലയിൽ അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബേർഡൻ കുറഞ്ഞിരിക്കും. നമ്മളിപ്പോൾ സിയാൽ മോഡലിലാണ് കിയാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ നമ്മൾ ആലോചിക്കേണ്ട വിഷയം സിയാലായാലും കിയാലായാലും ഒക്കെ ആഫ്റ്റർ എ പോയിൻ്റ് നമുക്ക് എന്ത് ഫെസിലിറ്റീസാണ് ഈ എയർപോർട്ടിലുള്ളത്, അതിന് നമ്മൾ ഇന്നത്തെ സിസ്റ്റം അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണോ? എൻ്റെ ഒരു അസസ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഈ പല എയർപോർട്ടിൽ ഇപ്പോൾ ഓൾറെഡി തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഈ പല എയർപോർട്ടുകളും ഒരുപക്ഷെ സബ്ജക്റ്റ് ടു പ്രൈവറ്റൈസേഷൻ. ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഗവൺമെൻറ് ആണെങ്കിൽ 20%, 25% സ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ബിസിനസ് സെക്ടറാണ് എയർപോർട്ട് എന്നുള്ളത്. അത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും വളരെ തിൻ മാർജിനിൽ ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ ഫെസിലിറ്റീസ് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആൾക്കാർ എക്സ്പെക്റ്റും ചെയ്യും, നമ്മൾ കാശ് കൊടുത്താണല്ലോ എയർപോർട്ടിൽ പോകുന്നത്. അപ്പോൾ അത് അപ്പോൾ സിവിൽ ഏവിയേഷൻ ഹബ്ബ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എനിക്കറിയില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെ നമ്മൾ ഗ്ലോബൽ കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് നമുക്ക് ഗൾഫിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നൊരു ഏതെങ്കിലും ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ, കാരണം ഇവിടെ യാത്രക്കാർക്ക് പ്രശ്നമൊന്നുമില്ല. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടും വരുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ പുറത്തേക്കും പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് എനിക്ക് സംശയമുണ്ട് ആൾക്കാരെങ്ങനെ പോകുമെന്ന്. സാർ, ഈ മൊബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനം ഈ സപ്ലൈ ചെയിൻ ആണെങ്കിലും ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനെയും കൊച്ചിനെയും ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊച്ചി കളമശ്ശേരിയിൽ അദാനിയുടെ ലോജിസ്റ്റിക്സ് പാർക്കൊക്കെ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് പാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതിനെക്കൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങളോ അല്ലെങ്കിൽ സർക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും സൂക്ഷിക്കേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു വശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലോജിസ്റ്റിക്സ് പാർക്കും ഈ ഡെവലപ്മെൻറ്റും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷനാണല്ലോ കേരളത്തിൽ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക. ഞാനും ഒക്കെ കുറേ അധികം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്കൊക്കെ ആവശ്യം. കാരണം പോർട്ടുള്ള സ്ഥലങ്ങളാണ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ലോജിസ്റ്റിക്സ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ സാധാരണഗതിയിലുള്ള ഇ കോമേഴ്സ് പോലുള്ള സ്ഥലങ്ങളിൽ ലോജിസ്റ്റിക്സിൻ്റെ സപ്ലൈ ചെയിൻ അവിടെയാണല്ലോ വരുന്നത്. ആകെ ഒരു ചലഞ്ച് വരാൻ പോകുന്നത്, ഓൾറെഡി നമ്മുടെ റോഡുകളൊക്കെ കൺജസ്റ്റഡ് ആണ് മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ അതിലേക്കാണ് ഈ വലിയ കണ്ടെയ്നേഴ്സും ലോറികളും ട്രക്കുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുവേണ്ടി വേറെ ബൈപ്പാസ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആൾക്കാർ പറയും. നമ്മളിങ്ങനെ ഓരോ കാരണം നോക്കിയിരിക്കണം എന്തെങ്കിലുമൊക്കെ പറയാൻ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള ഈ സംവിധാനങ്ങളിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് റോഡിൽ
കൊണ്ടുവരാതിരിക്കാനുള്ള നിയമം വഴിയല്ല ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് ഓൾട്ടർനേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരക്കുകൾ കുറയും. അങ്ങനെ തിരക്കുകൾ കുറയുമ്പോൾ ആ സ്പേസിലേക്ക് നമ്മൾ ഈ പറയുന്ന ട്രെയിലറോ കണ്ടെയ്നറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് അല്ലാതെ നമ്മളിപ്പോൾ ഓൾറെഡി അറിയാലോ, കളമശ്ശേരിയിലൊക്കെയുള്ള എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുന്നു, അത് ഉണ്ടാകുന്നു. ഇനി ഇതൊക്കെ കൂടി വരികയുള്ളൂ. നമ്മുടെ പോർട്ടുകൾ ഡെവലപ്പ്, ഇപ്പോൾ വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്കും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇവിടുത്തെ പല പോർട്ടുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എല്ലാ സമയവും കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കാം. അതിനി പുതിയൊരു കൊറിഡോർ ഡെവലപ്പ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചർച്ച ഗവൺമെൻറ് ഉള്ളതായിട്ട് എനിക്ക് അറിയാം. അതായത് കേരളത്തിൻ്റെ തീരപ്രദേശത്തുകൂടി ഒരു ഹൈവേ, തീരദേശ ഹൈവേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ എത്ര ഈസിയാണ്, കാരണം നമ്മുടെ ഈ തീരദേശങ്ങളൊക്കെ വളരെ ഡെൻസ്ഡാണ്. അപ്പോൾ എത്ര ഈസിയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റെയിൽ, റോഡ്, പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തുക. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന 96 തൊട്ടിട്ടാണ് കേരളത്തിൽ തീരദേശ ജലപാത കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്നത് ബോട്ടുകളിലൂടെയും ചെറിയ ഷിപ്പുകളിലൂടെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. കുറേ വർക്കുകളൊക്കെ ചെയ്തു, പക്ഷേ അതിപ്പോഴും പൂർണ്ണമായും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ മത്സ്യബന്ധനം നടക്കുന്നു, അപ്പോൾ അവരുടെ എതിർപ്പുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടായൊരു പരിശ്രമത്തിലൂടെ മാത്രമേ ഇതിലൊക്കെ പല പരിഹാരങ്ങളും ഉണ്ടാവുള്ളൂ. കാരണം ഇത് പലതും പൊളിറ്റിസൈസ്ഡുമാണ്, ഈസി അല്ല ഇത് ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നിരത്തുകളൊക്കെ കുറേ കൂടി സ്പേസ് കിട്ടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു മേഖലയാണ്. മാത്രമല്ല കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. എയർപോർട്ടുകളൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പല കാര്യങ്ങളും ഗുഡ്സ് കൊണ്ടുവരാനൊക്കെ നമുക്ക്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റോഡിലുള്ള തിരക്കുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറയുമല്ലോ, നമ്മൾ എല്ലാ ഡോട്ട്സിനെയും കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കേരളത്തിന് വിജയിക്കുന്നത്. കാരണം നമുക്ക് പല ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഉണ്ട്, പുതുതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴുള്ള നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ 100% എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അത് എക്സോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കണം അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഡിസ്കഷൻ എപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ഈ പല വികസനങ്ങളും കൊണ്ടുവരുന്നതിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പാലക്കാട് നിന്നാണ്. ഇപ്പോൾ ഒരു പാലക്കാട് ടൗണിലൊരു വികസനം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ ടൗണാണ്, ചെറിയ റോഡുകളാണ്. ഈ ഒരു ചിലപ്പോൾ ഒരു നഗരം ഒരു ലാക്ക് ഓഫ് ടൗൺ പ്ലാനിംഗ് എന്നൊക്കെ പറയും. ഒരു ടൗൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഭാവിയെ കാണാതെ അപ്പോഴത്തെ നിലവിലുള്ള സൗകര്യങ്ങളും സെറ്റപ്പും വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ അങ്ങനെയൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലാക്ക് ഓഫ് ടൗൺ പ്ലാനിങ് അവിടേക്ക് ഒരു പ്രശ്നമായിട്ട് തന്നെയല്ലേ വരിക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു സാധനം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യുക, ഇപ്പോൾ ഒരു റോഡ് റിപ്പയർ അങ്ങനെയുള്ള, ഇപ്പോൾ ഹൈവേയുടെ വികസനം അല്ലെങ്കിൽ പുതിയ ഹൈവേ വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളായ ചൈനയിൽ നിന്നൊക്കെയുള്ള വീഡിയോസും ടെക്നോളജിയൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇവിടെ എന്താ പറയുക ഒരുപാട് സമയമാണ് അതൊക്കെ തീർക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൗൺ പ്ലാനിങ്ങും ഈ വികസനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ലേ? ഇപ്പോൾ ഈ നിലവിലുള്ള ഒരു സെറ്റപ്പിനെ വെച്ചിട്ട് ഇത് എത്രയും വേഗം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നോക്കേണ്ടത്? അതിന് ഒരു ഗവർണൻസ് ചലഞ്ച് ഉണ്ട്. കേരളം നമ്മളെപ്പോഴും കുട്ടിഘോഷിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, കേരളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റാണ്. ശരിയായിരിക്കാം, മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തുണ്ട്, ഇലക്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ട്. പക്ഷേ എത്രത്തോളം കപ്പാസിറ്റി ഇവർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ വീണ്ടും കുറേ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ നടക്കും. കാരണം 6 മാസം മുമ്പാണല്ലോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പെടുന്നത്. ഇവിടെ ഒന്നുമല്ല പ്രശ്നം. നമ്മൾ താമസിക്കുന്ന എൻ്റെ ടൗൺ, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ലോക്കൽ ഗവൺമെൻറ് എന്ത് അധികാരമാണ് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇതിനൊരു ഇൻസെൻറ്റീവ് ഒന്നുമില്ല. അതായത് ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനൊരു ഇൻസെൻറ്റീവ് ഇല്ല. ഒന്ന്, കേരളത്തിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 35%, 40% നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ, നമ്മളെല്ലാ പ്രാവശ്യവും കൊട്ടിഘോഷിക്കുന്ന നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ എപ്പോഴും പറയുന്നത് 35% നമ്മുടെ ബഡ്ജറ്റ് ലോക്കൽ ഗവൺമെൻറ് കൊടുത്തു. ശരിയാണ്, അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പൈസ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അത് പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയും. രണ്ടാമത്, അങ്ങനെ ഇനി പൈസ ഇവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്?
ടൗൺ പ്ലാനിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം കേരളത്തിൻ്റെ ടൗൺ പ്ലാനിങ് ഒരു ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തും അതിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ തന്നെ എത്ര ടൗൺ പ്ലാനേഴ്സ് ഉണ്ട്, അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളിത്രയും കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റി, ഏകദേശം 60% കേരളത്തിന് റവന്യൂ കൊടുക്കുന്ന സിറ്റി, അവിടെ നമ്മുടെ ടൗൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശുഷ്കമാണ്. അതിനൊരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാട് ലിമിറ്റേഷൻ ഓൾറെഡി സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും തീരുമാനം എടുക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി മന്ത്രിയുടെ അനുകൂലമായ തീരുമാനം എടുക്കണം. അപ്പോൾ അത് മാറാത്തിടത്തോളം കാലം, കാരണം ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ടൗണിൽ ഒരു 20 സ്റ്റോറി ബിൽഡിംഗ് വരണം, അത് എൻ്റെ തീരുമാനമാണ് മുനിസിപ്പൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ ഗവൺമെൻറ് ഒരു FSI എന്ന് പറഞ്ഞിട്ട് 3.5 കുറേ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ തീരുമാനം എടുക്കാനൊന്നുമില്ല. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും വാട്ടർ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും റോഡായാലും എത്ര കാര്യങ്ങൾ നമ്മുടെ ലോക്കൽ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗവർണൻസ് സിസ്റ്റം മാറാത്തിടത്തോളം കാലം നമുക്കിതിൽ കോമ്പിറ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാലക്കാട് ടൗണിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇത് പലപ്പോഴും നമ്മൾ പബ്ലിക് സ്പേസിൽ ഡിബേറ്റ് ചെയ്യാത്ത കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇവരെല്ലാം ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഫിക്സ് ചെയ്യാനുള്ള അധികാരമില്ല. അവരിപ്പോൾ പാലക്കാട് ഇപ്പോൾ സ്ഥലമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാലക്കാട് 20 സ്റ്റോറി പണിയട്ടെ, എന്നിട്ട് ബാക്കിയൊക്കെ പൊളിച്ച് കളയട്ടെ, അവിടെ ഗ്രീൻ സ്പേസ് ഉണ്ടാക്കട്ടെ. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള റൈറ്റ് അത് ഇപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റീസാണ് ഇതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മോഡൽ. എങ്ങനെ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി അല്ലെങ്കിൽ കാലിഫോർണിയ, ലോസ് ആഞ്ചലസ്, അവിടുത്തെ മേയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ മുനിസിപ്പൽ കൗൺസിലാണ്. ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടെയും അപ്പോൾ ഞാൻ തീരുമാനിക്കും ഇവിടെ മെട്രോ വേണോ വേണ്ടതെന്ന്, എത്ര ബസ് വേണോ വേണ്ടതെന്ന്. അങ്ങനെ തീരുമാനിക്കാൻ എനിക്ക് പ്രൊവിഷൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും? അതുണ്ടാക്കാൻ പറ്റില്ല. CPPR ഇതിന് മുന്നേ മൊബിലിറ്റി ഇൻ കൊച്ചി എന്നുള്ള പേരിലൊരു ഇൻറ്ററാക്റ്റീവ് സെഷനും സ്റ്റഡിയും നടത്തി അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള കുറേ സ്റ്റഡീസും കുറേ ഫൈൻഡിങ്സും പ്രൊപ്പോസൽസും ഒക്കെ കൊച്ചിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്നും മാത്രമല്ല അത് കേരളത്തിന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു കാര്യം കൂടെയാണ്. ഞാൻ ഇത്രയും സമയം സംസാരിച്ചതെല്ലാം കഴിഞ്ഞൊരു 18 വർഷമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഒരു സമ്മറിയാണ്. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് ഗവൺമെൻറ്റുമായിട്ടും മിനിസ്റ്റേഴ്സുമായിട്ടും എക്സിക്യൂട്ടീവായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോലും പലപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ് തയ്യാറാവാറില്ല. അതിൻ്റെ പുറകിൽ കേരളത്തിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട്, കേരളത്തിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമി ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ചെയ്ത ആദ്യത്തെ മേജർ വർക്ക് എന്ന് പറയുന്നത് കൊച്ചിയിലെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ മൊബിലിറ്റി ഹബ്ബ്. ഈ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറഞ്ഞ ആശയം CPPR ചെയ്തതാണ്. CPPR അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട്, അതായത് നമ്മുടെ അടുത്ത് വന്നതൊരു ബസ് ടെർമിനൽ പണിയുക എന്നുള്ള അതിനുള്ളൊരു സ്റ്റഡി ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അന്ന് നമ്മൾ ആ വൈറ്റിൽ ഓൾറെഡി ഗവൺമെൻറ് തീരുമാനിച്ചു, അത് നമ്മളായിട്ട് തീരുമാനിച്ച ഒരു സ്ഥലമല്ല. അവിടെ ചെന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു വേറൊരു രീതിയിലുള്ളൊരു ആശയം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതായത് നമുക്ക് നാഷണൽ ഹൈവേ അടുത്താണ്, അപ്പുറത്ത് ജലാശയമുണ്ട്, അവിടെ ഓൾറെഡി ഒരു ബോട്ട് സർവീസ് കാക്കനാട്ടേക്ക് ഉണ്ട്. സതേൺ റെയിൽവേയുടെ റെയിൽവേ ട്രാക്ക് ഏകദേശം 150-200 മീറ്റർ അകലെ മാത്രമാണ് ഈ ലൊക്കേഷന്. പിന്നെ അന്ന് തന്നെ 2008 ചെയ്യുമ്പോൾ തന്നെ കൊച്ചി മെട്രോനെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകളാണ്. അപ്പോൾ അതെല്ലാം കൂടി കൺവേർജ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് കൊച്ചി മൊബിലിറ്റി ഹബ്ബിൽ അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വൈറ്റിലേക്ക് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞങ്ങൾ എഴുതിയതിൻ്റെ 15% മാത്രമാണ്, 85% വന്നിട്ടില്ല. ഓക്കെ, അതായത് ഐഡിയ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊച്ചി മൊബിലിറ്റി ഹബിൻ്റെ കവർ പേജ് അന്ന് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുത്തിരുന്നത് ഗേറ്റ് വേ ടു കേരള എന്നാണ്, ഗേറ്റ് വേ ടു കൊച്ചി എന്നല്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് കൊച്ചിയാണല്ലോ സെൻട്രൽ പാർട്ട് ഓഫ് കേരള. പിന്നെ ഇവിടെ അന്ന് എയർപോർട്ട് ഇവിടെയാണ് ആൾക്കാർ വരുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മൊബിലിറ്റി ഹബ്ബ് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എങ്ങോട്ടും ഏത് സ്ഥലത്തേക്കും ഏത് സമയത്തും പോകാനുള്ള ട്രാൻസ്പോർട്ട് മോഡ്സ് അവിടെ ഉണ്ടാവും. കൊച്ചി നഗരത്തിലാണെങ്കിൽ പോലും
ബോട്ടിന് പോകണോ മെട്രോയിൽ പോകണോ. നമ്മുടെ റിപ്പോർട്ടിലാണ് ആദ്യം മെട്രോയുടെ കണക്ട് ചെയ്യണമെന്ന് എഴുതുന്നത്. നമ്മുടെ റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ പറയുന്ന ജലഗതാഗത മേഖലകളെയൊക്കെ റിവൈവ് ചെയ്ത് ബോട്ട് ജെട്ടികൾ വേണം, മെട്രോയുടെ അതായത് മൊബിലിറ്റി ഹബിൽ ഒരു ബോട്ട് ജെട്ടി വേണമെന്ന് അന്ന് എഴുതി. അന്ന് കൊച്ചി വാട്ടർ മെട്രോ എന്നുള്ള കോൺസെപ്റ്റിലല്ല, നമ്മളിവിടെ എല്ലാം റിവൈവ് ചെയ്ത് ബോട്ട് ജെട്ടികളൊക്കെ റിവൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടുകളൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. അന്നത്തെ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത്രയും 2011 ഇപ്പോഴത്തെ ഫേസ്, ഇപ്പം നമ്മൾ കാണുന്ന ഫേസ് ഇനാഗുറേറ്റ് ചെയ്തത്. 15 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടിൽ ഇത് പ്രോബ്ലം, അർബൻ പ്ലാനിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ കൊച്ചി ഹബ്ബ് ആരുടെ ഓണർഷിപ്പിലാണ്? നമുക്കൊരു സൊസൈറ്റി ഉണ്ട്, ചീഫ് മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാൻ. പക്ഷേ കൊച്ചിയിലുള്ള ആൾക്കാർ എത്രത്തോളം അതിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്? ഇവിടുത്തെ MLA അതിൻ്റെ കമ്മിറ്റിയിലുണ്ട്, സൊസൈറ്റിയുടെ ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ ഫോർ എക്സാമ്പിൾ, കൊച്ചി മെട്രോയുടെ ഡയറക്ടർ ബോർഡിൽ എൻ്റെ അറിവിൽ 11 പേരോ 12 പേരോ ഉള്ളത്. അതിൽ ഒരാൾ മാത്രമാണ് കൊച്ചി മേയർ. അതിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർ ചെയ്യുന്നത് യൂണിയൻ അർബൻ അഫയേഴ്സ് സെക്രട്ടറിയാണ്. ഇങ്ങനെ പല സെക്രട്ടറിമാരും അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യണ എന്തിനാ, നമുക്ക് എത്ര ഫ്രീഡം അല്ലെങ്കിൽ എത്ര തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ടെന്നുള്ളതാണ് പല സ്ഥലത്തുള്ള പ്രോബ്ലം. അപ്പം ഇത് വളരെ ഡീസെൻട്രലൈസ് ചെയ്ത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അർബൻ പ്ലാനിങ്ങും ട്രാൻസ്പോർട്ട് പ്ലാനിങ് ഇതാണ്. ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ പല സ്ഥലത്തും, ഇപ്പോൾ കൊച്ചിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വൈപ്പിൻ മേഖലയിൽ നിന്ന് ബസ്സുകൾ എൻ്റർ ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള വിഷയമാണ്. സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത അവസാനം ബസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നാഷണലൈസ് ചെയ്തു. 5 KSRTC ബസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 5 KSRTC ഇപ്പോൾ 5 എണ്ണം ഇല്ലയെന്ന് എനിക്ക് അറിവ്. അപ്പോൾ നമുക്ക് ഈ ലോക്കലായിട്ട് തീരുമാനം എടുക്കാനും ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള, അത് ഒരു ചാരിറ്റി അല്ല, അതൊരു ഗവർണൻസ് മോഡലാണ്. ആക്ച്വലി ആ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പേരിന് കുറേ പൈസ കൊടുത്തു നിങ്ങൾ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനേക്കാളും കൗൺസിലിന് പവർ വേണം, മേയറിന് പവർ വേണം, ചെയർപേഴ്സണ് പവർ വേണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും പവർ വേണം. എനിക്ക് മാൻഡേറ്റ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് എങ്ങനെ മാൻഡേറ്റ് കിട്ടിയാണ്? കേരളത്തിൽ ഇലക്ഷൻ നടന്നു, ഒരു പാർട്ടീനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ വിജയിപ്പിച്ചു, അതാണ് എൻ്റെ മാൻഡേറ്റ്. അതുപോലെ എൻ്റെ പഞ്ചായത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച് പ്രസിഡൻ്റാക്കി. അപ്പോൾ എനിക്ക് മാൻഡേറ്റ് ഉണ്ട്. അപ്പം എനിക്ക് ചെയ്യാനുള്ള കാര്യം, ഞാൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുകൊണ്ട് കേരളം ഭരിക്കുന്ന ആൾക്കാരുടെ അത്ര ബുദ്ധിയില്ലാന്ന് എൻ്റെ അടുത്ത് പറയരുത്. അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഞങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന്. നമ്മൾ ഇൻ്റലിജൻ്റ് ആണ്, നമുക്ക് സിസ്റ്റം തന്നു കഴിഞ്ഞാൽ നമുക്കും ഈ സ്ഥലങ്ങളൊക്കെ. ഇതാണ് എൻ്റെ 18 വർഷത്തെ ട്രാൻസ്പോർട്ട് സ്റ്റഡി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ മേയർമാരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ട്രാൻസ്പോർട്ട് മിനിസ്റ്റേഴ്സുമായിട്ടും പലതവണ ബ്രീഫിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഈ മാറ്റം കൊണ്ടുവരാൻ പൂച്ചക്കാർ മണി കെട്ടും എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് ആര് എങ്ങനെ കൊണ്ടുവരും? ഇതാണ് നമ്മുടെ സ്റ്റഡീസും. ഇത് ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ഏജൻസി, കൊച്ചിയിലാണെങ്കിൽ സ്റ്റഡീസ് കൊണ്ട് ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസികൾ, നാഷണൽ ലെവൽ ഏജൻസികൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഏജൻസികൾ, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണല്ലോ, എത്രയോ സ്റ്റഡീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു റൂം മുഴുവനും ഒരു ഗോഡൗൺ പോലെ റിപ്പോർട്ടുകൾ എടുത്ത് വെച്ചേക്കുക. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം സ്റ്റഡിയോ ഡേറ്റയൊന്നും അല്ല. നമ്മുടെ പ്രശ്നം ഇത് ചെയ്യാനുള്ള വിഷനറി ലീഡർഷിപ്പും, അതിനോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ഉണ്ട് നമുക്ക്, ഞാൻ അതും ഇല്ലയെന്ന് പറയുന്നില്ല, ചെയ്യാനുള്ള പവറില്ല നമുക്ക്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലൊരു ബസ് സ്റ്റോപ്പ് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഡൽഹി പോയി പെർമിഷൻ വാങ്ങിക്കേണ്ട നാടാണിത്. ഞാനത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത്, അത് ഉള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ മൊബിലിറ്റി ഹബ്ബ് ചെയ്യുന്ന സമയത്ത് വയറ്റിലൊരു ബസ് സ്റ്റോപ്പ് മാറുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവസാനം എനിക്ക് മനസ്സിലത് ഇത് നാഷണൽ ഹൈവേയിൽ ഇരിക്കുന്ന ബസ് സ്റ്റോപ്പാണല്ലോ, ഡൽഹിയിൽ ഫയൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പം അത്രയും വളരെ റിജിഡായിട്ടുള്ളൊരു സിസ്റ്റത്തിൽ എത്ര സ്റ്റഡീസ് നടത്തിയാലും അവസാനം നമ്മളൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസാണ്. നമുക്ക് എഴുതാം, റിപ്പോർട്ടുകൾ കൊടുക്കാം, പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാം, ഇതേപോലെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ തീരുമാനമെടുക്കേണ്ട ആൾക്കാർ അത് മനസ്സിലാക്കി ലോക്കലായിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ഇല്ല. സാറ് പല നാടിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം.
അടുത്ത കാര്യം എന്താ വെച്ചാൽ വരുന്ന ദശകത്തിൽ അടുത്ത 10 വർഷത്തിൽ കേരളത്തിലെ ഗതാഗതത്തിൽ സാറ് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി നമ്മൾ പറയുമ്പോഴേ അതെനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ആരെങ്കിലും റോഡിൽ വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. ഞാൻ എല്ലാത്തിനെയും ഫണ്ടമെൻ്റലിയാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുക്കണത് തന്നെ നമുക്കറിയാമല്ലോ, എങ്ങനെയൊക്കെയാണ് ലൈസൻസ് എടുത്തേക്കണമെന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് ലൈസൻസ് കിട്ടിയെന്നുള്ളതും. അവിടെ കുറച്ച് ദിവസം പോയി ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് എടുക്കുന്നു. അവിടെയും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കണമെന്നോ ഇതാണ് റോഡിലെ എന്താ ഡ്രൈവിംഗ് കൾച്ചർ എന്നൊന്നും നമ്മളാരെയും പഠിപ്പിച്ചില്ല. എന്നെ ആരെയും പഠിപ്പിച്ചില്ല. ഞാൻ ഇതിനെപ്പറ്റി സർവേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി സ്കൂളിൽ നിന്നോ ഒക്കെയാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇത് വളരെ ഒരു കോൺട്രാഡിക്ടറി വ്യൂവും കൂടിയുണ്ട്. അത് കോൺട്രാഡിക്ടറി എന്ന് വെച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു ഡൈക്കോട്ടമി എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ കുട്ടികൾ പോകുന്നത് എങ്ങനെ, സ്കൂൾ ബസ്സിൽ പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 12ാം ക്ലാസ് ആകുമ്പോൾ ഈ കുട്ടിക്ക് നമ്മളൊരു 2 വീലർ എടുത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോഴും ഇയാൾ ഒരു പബ്ലിക് സ്പേസിൽ യാത്ര ചെയ്തിട്ടില്ല മറ്റുള്ളവരോടൊപ്പം. അയാൾ പ്രൈവറ്റ് സ്പേസിൽ എപ്പോഴും യാത്ര ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാൾ സ്വന്തമായൊരു 4 വീലർ വാങ്ങിക്കുന്നു. ഈ പ്രോസസ്സിൽ എപ്പോഴും നടക്കുന്നത് എന്താണ്, ലൈസൻസ് കിട്ടുന്നു, ഓടിക്കാനുള്ള അപ്രൂവൽ കിട്ടുന്നു സ്റ്റേറ്റിൽ നിന്ന്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന്. എന്തായാലും നമുക്കറിയാം ഭാവിയിൽ ഇവരൊക്കെ ഡ്രൈവേഴ്സ് ആവും എന്നുള്ളത്. ഓടിച്ചില്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കും. ആ പ്രോസസ്സ് കൊണ്ടുവന്നാൽ മാത്രമേ പിന്നെ ഉള്ളത് പലപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, റോഡുകളുടെ കൺസ്ട്രക്ഷൻ, പെഡസ്ട്രിയൻ. ഇപ്പോൾ ഡ്രൈവേഴ്സിനല്ല കുറ്റപ്പെടുത്തേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോഴാണ് ആരും എൻ്റെ അടുത്ത് ചോദിച്ചു, പെഡസ്ട്രിയൻ ഇഷ്യൂ വന്നപ്പോഴാണ് പെഡസ്ട്രിയനെ ഇതിനെപ്പറ്റി എന്താ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ തമാശയാണ്. പെഡസ്ട്രിയൻസ് റോഡിൽ കൂടി നടക്കും, റോഡിലുള്ള ബൈക്കാരൻ പെഡസ്ട്രിയൻ ഇതിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ പെഡസ്ട്രിയൻ സൈഡ് ഇത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ മൊത്തം പ്ലാനിങ് നടത്തിയിരിക്കുന്നത് ഓട്ടോമൊബൈൽ സെൻട്രിക്കാണ്. റോഡുകളിലൂടെ മാക്സിമം എത്ര ആൾക്കാരെ കൊണ്ടുപോകാം, എത്ര വാഹനങ്ങൾ ഓടിക്കാമെന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെഡസ്ട്രിയനൈസേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാമെന്ന് വെച്ചാൽ ഒരു മതിൽ തൊട്ട് ഓപ്പോസിറ്റുള്ള മതിൽ വരെ നമ്മൾ റോഡ് മുഴുവൻ പണിത് വെച്ചേക്കുക. ഓക്കെ, അതിങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോൺട്രാക്ട് പണിത് അവസാനം നടക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് എന്ത് പറ്റി, നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ നമുക്ക് സൈക്കിൾ പാത്തില്ല. പെഡസ്ട്രിയൻസ് ഒരു സേഫായിട്ട് നടന്നു പോകാനുള്ള സ്ഥലമില്ല. പിന്നെ പെഡസ്ട്രിയൻ ഉണ്ടാക്കിയാൽ തന്നെ അവർക്കുള്ള സൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു സീംലെസ് അല്ല. ഇടയ്ക്ക് നിർത്തും, അബ്രപ്റ്റ് എൻഡിങ് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെഡസ്ട്രിയൻസ് റോഡിൽ കൂടി അവർക്ക് അതാണ് സേഫ്. മറ്റത്തപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ കൂടി ബൈക്ക് ഓടിച്ചിട്ട് പോകും. എൻഫോഴ്സ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷനിലൊക്കെ ഒരുപാട് പിന്നെ ഇതില്ല, ഡയറക്ഷൻസ് ഇല്ല, സൈനേജ് ഇല്ല, അബ്രപ്റ്റ് എൻഡിങ് ഉണ്ടാവാം, ഹോങ്കിങ് ഉണ്ടാവും. ഹോങ്കിങ് ഉള്ളതുകൊണ്ട് നമുക്ക് വിഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഹോങ്കിങ്, നമുക്ക് ഉറപ്പില്ല ആരെ മുന്നിൽ ചടാൻ പോകണമെന്ന്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈവേയിലൊക്കെ ഇത് വരാൻ പോവാണ്. എപ്പോഴാണ് ആരോ ക്രോസ് ചെയ്ത് മുന്നിൽ ചാടാൻ പോകണമെന്ന് നമ്മളിങ്ങനെ അപ്പം ഇങ്ങനെ ഹോങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സൗണ്ട് പൊല്യൂഷനായി മാറും. അപ്പോൾ ഇത് മാറണമെങ്കിൽ നമ്മൾ ഒരുപാട് സിസ്റ്റത്തിൽ വ്യത്യാസം കൊണ്ടുവരണം, അല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഇല്ല. പിന്നെ കേരളത്തിൽ അടുത്ത 10 വർഷം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഹൈവേകളും റോഡുകളൊക്കെ, കേരളം ചെറിയ സംസ്ഥാനമാണ്, നല്ല ക്വാളിറ്റിയല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് കേരളത്തിൻ്റെ നിരത്തുകൾ മുഴുവൻ നിറയണം. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ ഇത് സൊല്യൂഷനല്ല, അവസാനം കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് എൻ്റെ ഒരു ഫോർകാസ്റ്റ്. അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഇത് വരണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെക്നോളജിയൊക്കെ അഡോപ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഊബർ എടുക്കുന്നു, ഇതെല്ലാം നമുക്ക് ബസ്സിലും ഊബറിലും ഒക്കെ കൊണ്ടുവരാം. പക്ഷേ അവിടെയും എല്ലാം ഇപ്പോൾ ഊബറിൽ തന്നെ ഞാൻ കണ്ടു, ഊബർ എന്ന് വെച്ചാൽ ഊബറിനെ പറ്റി മാത്രമല്ല അങ്ങനെയുള്ള അഗ്രഗേറ്റേഴ്സിനെ പറ്റി സംസാരിക്കുക. ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ബൈക്ക് ടാക്സി, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ബൈക്ക് ടാക്സി ഉണ്ട് കേരളത്തിൽ. ബൈക്ക് ടാക്സിയിൽ കേരളത്തിലുള്ള നിയമം ലോകത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ ആ പ്രശ്നമുണ്ട്. എന്നാലും കേരളം പോലുള്ളൊരു ഡെവലപ്പ് സ്റ്റേറ്റിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നത്. യെല്ലോ പ്ലേറ്റ് ആയിരിക്കണമെന്നാണ് നമ്മൾ ബൈക്ക് ടാക്സി. നമ്മളിൽ ആരെങ്കിലും നമ്മുടെ ബൈക്ക്
നാളെ യെല്ലോ പ്ലേറ്റ് ആക്കാൻ ഉദ്ദേശിക്കുമോ? കാരണം നമുക്കൊരു സോഷ്യൽ ആദ്യത്തെ പ്രശ്നം വെച്ചാൽ നമ്മുടെ സൊസൈറ്റി നമ്മളെങ്ങനെ കാണുമെന്നുള്ള, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ടാക്സി ഡ്രൈവറായി ഇന്ന് ടാക്സി ഡ്രൈവേഴ്സിനെ കുറ്റപ്പെടുത്തുക. പക്ഷെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഒരു സൊസൈറ്റി പ്രോബ്ലംസ് ഉണ്ട് ഇന്നത്. പിന്നെ ബൈക്ക് ടാക്സി സക്സസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞാൽ എല്ലാവരും ബൈക്ക് ടാക്സി കൊണ്ട് ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് വരികയാണ് രാവിലെ, ഞാൻ ബൈക്കിലാണ്, ആ പോരുന്ന വഴിക്ക് ഒരാളെ എൻ്റെ പുറകെ കയറ്റിക്കൊണ്ട് വരാം. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 100 രൂപ കിട്ടും, തിരിച്ചു പോകുമ്പോൾ 100 രൂപ കിട്ടും. ഓഫീസിൽ വരുന്ന ചിലവ് നമുക്കതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ബൈക്ക് ടാക്സി യെല്ലോ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാനും പാടാണ്. പിന്നെ മാത്രമല്ല, ഇത്ര നാൾ നിങ്ങൾ വൈറ്റിലൊക്കെ എടുത്ത ആൾക്കാർ പറയാൻ തുടങ്ങും നിങ്ങളിപ്പോൾ ടാക്സി ഓടിച്ചിട്ടാണ് ഓഫീസിൽ വരണമെന്നുള്ള പ്രശ്നം. കോളേജിൽ കുട്ടികൾ പോകുന്നുണ്ട്, അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 ബൈക്ക് 1 ബൈക്കായിട്ട് മാറുകയാണ്. ബൈക്ക് ഞാനിപ്പോഴും പറയുന്നു, നമ്മൾക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, പാസഞ്ചർ കാർ യൂണിറ്റ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 10 കാറാണ് ഒരു ബസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വളരെ രസകരമായ കാര്യം വെച്ചാൽ 2 വീലർ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാരണം സ്പേസ് എടുക്കുന്ന വളരെ കുറവാണ്, നിങ്ങളുടെ എമിഷൻ വളരെ കുറവാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 പേരെ യാത്ര ചെയ്യാം. അപ്പോൾ അഫോർഡബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ബസ് മാത്രമല്ല, ഈ പറയുന്ന ഷെയർ ഓട്ടോയും ഓട്ടോസും, ഷെയർ ഓട്ടോയ്ക്ക് കേരളത്തിൽ അപ്രൂവലില്ല. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇപ്പോൾ നമ്മുടെ കാർ ഓടിച്ചു പോകും. എന്നാൽ 10 രൂപ കൊടുത്ത് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷെയർ ഓട്ടോകളുണ്ടെങ്കിൽ അതൊക്കെയാണ് കേരളത്തിൽ ആവശ്യം. ഞങ്ങൾ കുറേ സ്റ്റഡീസ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. കേരളം ഇത്രയും ഡെവലപ്ഡ് ആണെന്ന് പറയുമ്പോഴും ട്രാൻസ്പോർട്ട് ഇല്ല കേരളത്തിൽ. പല സ്ഥലത്തും ആൾക്കാർ കാർ എടുത്തിട്ട് പോവാണ്. ഇവിടെയെല്ലാം നമുക്ക് എന്തുകൊണ്ട് ഓൾട്ടർനേറ്റീവായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഈ പറയുന്ന മോഡ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് വളരെ ഈസിയാണ്. ആക്ച്വലി ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ മതി നാളെ, ആൾക്കാർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കണേ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ അടുത്ത 10 വർഷം കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു 10 വർഷമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് ഈ പറയുന്ന നാഷണൽ ഹൈവേ ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 ഇയേഴ്സ് ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മാറിയില്ലെങ്കിൽ ദിസ് വിൽ ബി ഒരു മേജർ ഒരു വലിയൊരു ദുരിതത്തിലേക്ക് നമ്മൾ പോകും. അത് ആൾക്കാർ റിയലൈസ് ചെയ്ത് വരുമ്പോൾ സൊല്യൂഷനൊന്നും പെട്ടെന്ന് ഉണ്ടാവത്തില്ല. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കേരളം അഭിമുഖീകരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിത് പല വേദികളിൽ ഇപ്പോൾ നമ്മളിത് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.